വിപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയണ്ട, കാരണം വിപിനെ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാതാണ്. റൈറ്റൽ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു നെടുന്തൂണായിട്ടുള്ള ഒരാളാണ്. റൈറ്റലിലെ മെമ്പറാണ്. പിന്നെ എഴുത്തിലൂടെയാണ് സിനിമയിലേക്ക് വന്ന്, ടെലിവിഷൻ എഴുത്തിലൂടെയാണ് ആദ്യം സിനിമയിലേക്ക് എത്തിയത്. സിനിമയിൽ എഴുത്ത്, സിനിമയിൽ സംവിധാനം, സിനിമയിൽ നടനം തുടങ്ങി ഇനിയിപ്പോൾ കൈവയ്ക്കാത്ത മേഖലയില്ല. എഡിറ്റിങ്ങും പോസ്റ്റ് ഒട്ടിക്കലും ഒക്കെ കൂടി ആയിക്കഴിഞ്ഞാലല്ലേ. അതെ അതെ. മിമിക്രി എന്ന് പറഞ്ഞാൽ വിപിൻ്റെ പെർഫോമൻസ് മിമിക്രി കണ്ടിട്ടുണ്ടോ? അയ്യോ നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് പണിയണ പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന്. ഇല്ല, സത്യമായിട്ടും. അതെ, ഞാൻ ആദ്യമായിട്ട് എന്നെ ടി വിയിൽ, ഞാൻ എല്ലായിടത്തും എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞാണ്, എന്നെ ആദ്യമായിട്ട് ഒരു ടെലിവിഷൻ പരിപാടിയിലേക്ക് എഴുത്തിലേക്ക് ക്ഷണിക്കുന്നത് ബൈജു ജോസും ബാബു ചേട്ടനും കൂടിയാണ്. അതിൻ്റെ നന്ദി എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരു സ്കിറ്റ് എഴുതിയിട്ടാ നീ നന്നായിട്ട് എഴുതുമെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു റൈറ്റർ എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് കാഞ്ഞിരേട്ടൻ. കാഞ്ഞിരേട്ടൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരേട്ടൻ പ്രശാന്തേട്ടൻ, ഞാൻ കാഞ്ഞിരേട്ടൻ എന്ന് വിളിക്കാറ്. അതെ, കാഞ്ഞിരം പോലെ കഴിക്കും. അതെ അതെ അതെ. അപ്പോൾ വിപിനെ ആദ്യം ഏതാ ചെയ്യാൻ പോകുന്നത്? മിമിക്രി കോമഡി പോയെ. അതെ അതെ. എന്തായാലും വന്ന സ്ഥിതിക്ക് മിമിക്രിക്കാരനാണ്. മിമിക്രിക്കാർക്ക് ഇപ്പോൾ ജയറാമേട്ടൻ മുതൽ ഇങ്ങോട്ടുള്ള ആരായാലും വേദിയിൽ വന്നൊരു മൈക്ക് കിട്ടിയാൽ ഒരു മിമിക്രിയെങ്കിലും പറയാതെ പോകില്ല. സുരാജേട്ടനായാലും ശരി, ജയറാമേട്ടനായാലും ശരി. ഒരു കൈയ്യടി കൊടുത്തേ. അതെ, വിപിൻ്റെ മിമിക്രി ആരംഭിക്കുകയാണ്. എടാ എന്തെങ്കിലും ചെയ്യടാ, നിന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയല്ലെന്ന്, ഞാൻ ഏത് ചെയ്യണേന്ന് ആലോചിച്ചിട്ടിരിക്കുക. ഏത് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അതെ, അത് എടാ അഖിലേ പോടാ. എടാ കാരണം ബിബിൻ ചെയ്തിട്ടാണ് അവർക്ക് രണ്ടുപേർക്ക് ചെയ്യാൻ. അത് സ്റ്റാർട്ടിംഗ് ടൈമിൽ വേണ്ടി ഒന്ന് ചെയ്യാന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ് വന്നത്. പക്ഷെ മറ്റേ ആ പിള്ളേരില്ലേ, അതുകൊണ്ടല്ല ആത്മവിശ്വാസം കെടുത്തി കളഞ്ഞ്. എൻ്റെ കുറേ മിമിക്രി വീഡിയോയുടെ താഴെയുള്ള കമന്റ് കാണിച്ചിട്ട് വൈഫ് എന്നോട് ഇത് എന്തൊക്കെയാണ് അവർ എഴുതി വെച്ചേക്കണത്, തള്ളക്കും തന്തയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് കാണിച്ചു കൊടുക്കണം, ദേ ഇത് കാണുന്നേ. അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ അലിക്കിട്ട് കൊടുക്കും, ഞാൻ പുലിക്കിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ കേട്ടോ. ഞാൻ നമ്മുടെ ശശികലിക്കയുടെ ശബ്ദം അനുകരിക്കാം. ഓക്കെ, ശരി. താന്തമ്പറ്റി നല്ല പിടക്കണ വരാന, പത്മശ്രീ ഉണ്ടോ, പത്മശ്രീ വേണോ, ചോറ് കാലായി. അടുത്തതായി വേറെ എന്ത് ചോദിക്കാണ് നിന്റെ അടുത്ത്? എന്തെങ്കിലും പറഞ്ഞു. റൈറ്റൽ പ്രസൻസ് ഫ്ലൈവേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം ഇവിടെ വളരെ വിജയകരമായി ജൈത്രയാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻസിനെ വിളിക്കാം. ആരാണ്? അടുത്ത സ്മൈൽ ക്യാപ്സ്യൂൾസ്. എല്ലാവർക്കും ഞങ്ങളുടെ മിമിക്രിയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ ഹരിച്ചേട്ടാ, എനിക്ക് 2 മക്കളാണ്. അതെനിക്കറിയാമല്ലോ. മൂത്താള് 3ാം ക്ലാസ്സിൽ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതെനിക്കറിയാം. അപ്പൊ രണ്ടാമത്തെ ആളോ എന്റെ പൊന്നോ ഫുൾ ടൈം കരച്ചിലാണ്. അപ്പൊ നമ്മുടെ മൂത്താളുണ്ടല്ലോ പതുക്കെ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴും ഇതന്നെ ഫുൾ ടൈം കരച്ചില്. അപ്പൊ നമ്മുടെ പയ്യൻ എന്ത് ചെയ്തറിയോ, ഒരു ട്രിക്ക് കണ്ട് ഉപയോഗിച്ചു. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൊച്ചു കരച്ചിലെടുത്ത് എവിടെ നിർത്താൻ ഇതൊക്കെ കേട്ട പിള്ളേർ വീണ്ടും ട്രിക്ക് മാറ്റി. ഇതെടുത്തപ്പോഴും കൊച്ചു കരച്ചിലെടുത്തുക. എവിടെ നിർത്താൻ ഇതൊക്കെ കേട്ട എവിടെ നിർത്തും പിള്ളേർ? നമ്മുടെ കൊച്ചുണ്ടല്ലോ തൊട്ടപ്പുറത്തെ മേശയുടെ മേലെ ജഗ്ഗിൽ വെള്ളം കണ്ടു, തൊട്ടടുത്ത് പാലുകുപ്പിയും കണ്ടു. അപ്പൊ ഒന്നും നോക്കിയില്ല, അടച്ചു വായിൽ വെച്ചു കൊടുത്തു. കൊച്ചു കരച്ചെടുത്തോ ഇല്ലേ? നിർത്തി കാണുമല്ലോ, പിന്നല്ല പാലല്ലേ. അപ്പൊ അവനുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, ഒന്നും നോക്കിയില്ല. താഴത്ത് കിടന്നൊരു പന്തുണ്ടല്ലോ, അവനുണ്ടായ സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, എന്നാ ഒന്ന് പോയി കുളിച്ചേക്ക് പറഞ്ഞു. അവൻ കുളിക്കാൻ പൈപ്പ് തുറന്നപ്പോഴോ
കുളിക്കുന്നവൻ ഇഷ്ടമല്ലല്ലോ. അല്ല ഒന്നാമത് ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുള്ളൂ. അന്ന് വെള്ളമില്ല പറഞ്ഞപ്പോ പിന്നെ സന്തോഷമായി കാണും. സന്തോഷമായി കാണും. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എന്നാ കുറച്ചു നേരം TV കണ്ടോന്ന് പറഞ്ഞു. TV ഓൺ ചെയ്തപ്പോഴോ ആ എന്തായാലും പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് അവൻ ഇങ്ങനെ ഇരുന്ന് കാർട്ടൂൺ കാണുക. കണ്ടു. നമുക്ക് പറ്റുമോ? ഞാനപ്പം എന്ത് ചെയ്തു, ചോറും കറിയും വെക്കാൻ വേണ്ടി അകത്തേക്ക് ചേർന്നു. ചോറും കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സുധീഷ് ഞാൻ ഓർത്തത്. എന്തു പറ്റി? കഴിഞ്ഞ ദിവസം ഞാൻ ചോറും കറിയും വെച്ചു. ആ. കറി വെക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങുമായിരുന്നു. പൂച്ചയ്ക്ക് മനസ്സിലായി ഞാൻ മീൻ മേടിക്കാൻ പോവാന്ന് കേട്ടോ. അതല്ലേ? എന്നിട്ടോ? അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോഴാ അതിനും മനസ്സിലായി വീട്ടിൽ വിരുന്നുകാർ വരുമെന്ന്. 1 കിലോ മീൻ മേടിക്കാൻ പോയതാ. പറ്റുമോ സുധീഷേ? എവിടെ? 2 കിലോ മേടിക്കേണ്ടി വന്നു. എന്നിട്ടോ? മാർക്കറ്റിൽ ചെന്നപ്പോഴാ അവിടെ കണ്ട കാഴ്ച. ताजा मच्छी ताजा मच्छी ताजा मच्छी 200 रुपया 200 रुपया ताजा मच्छी अइला चाला. അവിടെയും ബംഗാളിയാ? അവിടെയും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, പിന്നെ മുക്കിലും മൂലലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, പിന്നെ മുക്കിലും മൂലലും ബംഗാളി. ബംഗാളിക്കും കണ്ണ് നന്നായി പോയത് കാരണം നമ്മൾ മലയാളി, കാരണം നമ്മൾ മലയാളി. ഓ സമ്മതിക്കണട്ടാ. അവിടുത്തെ പിന്നെ മീൻ മേടിച്ചാൽ വീട്ടിലേക്ക് അങ്ങ് പോയി. അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു റോഡിലോട്ട്. കണ്ട അവന്മാര് പോയ പോക്ക്. 10 മിനിറ്റ് കണ്ടപ്പോ കഴിഞ്ഞപ്പോ കണ്ട കാഴ്ച വേറെ ഒരു വണ്ടി പോകുന്ന. അപ്പൊ ഒരു ഹെൽമെറ്റ് ഇട്ടില്ലേ? ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, തലയിലല്ല കയ്യിലാന്ന് മാത്രം. അത് പറഞ്ഞപ്പോൾ ആലോചിച്ച് പല പിള്ളേർക്ക് അതൊരു ഹര കയ്യിലിടുകയാണ്. അല്ല അവർക്ക് ഈ പോലീസുകാരെയും ക്യാമറനെയും തോൽപ്പിച്ചാൽ മതിയല്ലോ. ക്യാമറ കാണുമ്പോ മാത്രം ഹെൽമെറ്റ് വെക്കും എടുക്കും, വെക്കും എടുക്കും, വെക്കും എടുക്കും. വീട്ടിലുള്ളവർക്ക് അറിയണ്ടായല്ലോ ഇത്. അവർക്കറിയില്ലോ. നമ്മളെല്ലാരും ഒന്ന് ആലോചിക്കുക, യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെക്കുക. കാരണം നമ്മളിലൂടെ ഒരുപാട് പ്രതീക്ഷകളാണ് എല്ലാവർക്കും അല്ലേ. ക്യാമറ മാത്രം പേടിക്കാതിരിക്കുക, വീട്ടുകാരോട് ഓർക്കുക. അപ്പൊ ഞാനും നോക്കിയില്ല. വീട്ടിൽ മോൻ കടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമ്പോ കൊതുകിന്റെ ശല്യം ഞാൻ പറയണ്ടല്ലോ. ഞാനൊന്നും നോക്കിയില്ല, TV ഓൺ ചെയ്തു. TV ഓൺ ചെയ്തപ്പോഴോ അങ്ങനെ ഇരിക്കണ നേരത്ത് അല്ലെങ്കിൽ സമയത്ത് അങ്ങനെ ഇരിക്കണ ഹനുമാന്റെ വാലെടുത്തോണ്ട് നമ്മുടെ എന്താ സുധീഷേ ഇതൊക്കെ കാണാൻ പറ്റിയതാണോ? ഇതൊക്കെ പിന്നല്ല, ഞാൻ അപ്പൊ തന്നെ ചാനൽ മാറ്റി കാണുമല്ലോ. അപ്പണ്ടല്ലോ ഒരു പയ്യ അടിപൊളിയായിട്ട് മിമിക്രി ചെയ്യണ്. മിമിക്രിയോ? മിമിക്രി പറഞ്ഞാൽ അറിയാലോ, കലാകാരന്മാരുടെ ശബ്ദമാണ് ഏറ്റവും വലുത്. അപ്പൊ അതൊന്ന് കേട്ടോക്കാം. വൃദ്ധമാലി സുന്ദരനായ കലാകാരൻ കേട്ട് പഠന. എടാ പ്രസിഡന്റായിട്ട് വർഷം 16 ഇന്നേ വരെ നിന്റെ വോട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്, എന്റെ വോട്ട് പത്രത്തിൽ വന്നിട്ട് എന്താണ് അതിലേക്ക് ഇത്ര അസൂയ? പിന്നെ കേട്ട ശബ്ദമോ നമ്മുടെ ഹാസ്യ സാമ്രാട്ട് ജഗദീഷ് ശ്രീമാർ സാറിന്റെ ആയിരുന്നു. ഒന്ന് പോടെ തന്നെ ഒരു മോളും ഒരു ഭ്രാതനുമായി ചൂക്കാലി പിശിക്കിടന്ന് അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടതോ വേറെ കൊച്ചിക്കാരുടെ സ്വന്തം പേര് കൊണ്ട് തന്നെ ഫേമസ് ആയ കലാകാരനാണ് കൊച്ചിൻ അനീഫ. അതൊന്ന് കേട്ടോക്കാം. നീ എന്താടാ എപ്പോ നോക്കിയാലും കൊമ്പത്ത കറകാണ്ട പട്ടി പല്ലത്തവണ പറഞ്ഞിട്ട് നല്ല കാര്യത്തിൽ ഇപ്പൊ ബോളെന്ന് വിളിക്കരുത്. അടുത്തതായി കേട്ടത് നമ്മുടെ കഥാപ്രസംഗ ചക്രവർത്തി സാംബജീവൻ സാറിന്റെ ആയിരുന്നു. ഇത് വിധിയിൽ ഒരു കഥ അവതരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന നല്ലവരെ നാട്ടുകാർക്ക് നദി കടപ്പാണ്ടപ്പെടുത്തി എന്റെ കഥ ആരംഭിക്കട്ടെ. എന്റെ കഥ നായിക ഡെസ്റ്റിമോണ്. എന്തൊരു മോണാണ്, പല മോണും കേട്ടിട്ട് ഇതുപോലെ മോണ ആദ്യമായിട്ട് ഡെസ്റ്റിമോണ് വട്ടെ. അപ്പൊ ചോറും കറിയൊക്കെ ആയപ്പോഴേ ഭയങ്കര ക്ഷീണായി കിടക്കാന്ന് വെച്ചു. അല്ല അപ്പൊ ഹരിചേട്ടൻ വിചാരിക്കണ്ടോ ഞാൻ ഈ ചോറും കറിയും വെച്ച് ഈ മക്കളെയൊക്കെ നോക്കിയിരിക്കണത്. അല്ല ചോറും കറിയുടെ കാര്യം ഓർത്ത് ഭാര്യയും മക്കളെയൊക്കെ വേറൊന്നല്ല, ഭാര്യനെ ജോലിക്ക് അയച്ച് വീട്ടിൽ നിന്ന് സൂക്ഷിക്കണ ഭർത്താക്കന്മാര് ഇതല്ലാണ്ട് പിന്നെ വേറെ എന്നാ ചെയ്യാനാ? അതൊരു സുഖം തന്നെ. അയ്യോ ചോറും കറിയുടെ കാര്യം ഓർത്തത് ഞാൻ പറയട്ടെ. എന്തുപറ്റി? അയ്യോ ചോറും കറി അടപ്പിട്ടിട്ടാ വന്നത് ഞാൻ. കഞ്ഞി അത് തിളച്ചു തൂവിയേ, സ്റ്റവും വീടെല്ലാം കൃത്യമായുണ്ടല്ലോ. അവള് ജോലി കഴിഞ്ഞു വൈകിട്ടത് ഘും ഘും വന്ന് ഇടിക്കൂടാ. അപ്പൊ ഹരിച്ചേട്ടാ സേം പിച്ച്.